ഡിഫ്യൂസ് തിന്നിങ് ഉണ്ട്. ശരി, ഡിഫ്യൂസ് തിന്നിങ്. അതെ, പക്ഷേ ഈ മുടിയുടെ നീളത്തിൽ അത് കാണാനാവില്ല. ഓക്കേ, ശരി. പക്ഷെ അത് നീക്കം ചെയ്ത മുടി നീക്കം ചെയ്തതായി നിങ്ങൾക്ക് അറിയാനാവില്ല. നിങ്ങൾ വളരെ ചെറിയ കട്ടുകളായ ആർമി കട്ട്, ബസ് കട്ട് എന്നിവ ചെയ്താൽ കുറച്ചൊക്കെ കാണാനാവും. ഓക്കെ, അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് അടുത്ത സിറ്റിംഗ് ഇപ്പോൾ ആവശ്യമില്ല. എന്നാൽ താടിയും നെഞ്ചിലെ രോമവും പോലെയുള്ള ശരീര രോമങ്ങൾ നമുക്ക് ഭാവിയിൽ ഡോണർ ഏരിയയിലേക്ക് നൽകാം. അത് അവിടെ പോയാൽ ഇത് അവയുടെ വളർച്ച സംഭവിക്കുമോ? അല്ല, ഇത് അവ വളരും. പക്ഷേ അവർ എന്താണ് പറയുന്നത്, അവയുടെ ടെക്സ്ചർ അല്പം വ്യത്യസ്തമാണ്. പക്ഷേ ടെക്സ്ചറിനെ കുറിച്ച് നിങ്ങൾ അറിയില്ല. പിന്നിലെ ടെക്സ്ചറിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഇവിടെ കുറച്ച് താടികൾക്കിടയിൽ ധാരാളം തലയോട്ടി ഉള്ളതിനാൽ ടെക്സ്ചർ വ്യത്യാസമായി ദൃശ്യമാകില്ല. പക്ഷേ നിങ്ങളിത് അനുഭവപ്പെടാൻ ശ്രമിച്ചാൽ ടെക്സ്ചർ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ രോമങ്ങൾ സ്റ്റൈൽ ചെയ്യണം. യഥാർത്ഥത്തിൽ ഇവ എനിക്ക് പ്രയോഗിച്ച മുടിയാണ്. അവ സ്റ്റൈൽ ചെയ്തിട്ടില്ലെങ്കിൽ അവ ഒരു തരത്തിലൊരു മിഥ്യയാണിത്. എനിക്കൊരല്പം മിഥ്യ പോലെ തോന്നുന്നു. തലമുടി ഒരു അല്പം നേർത്തിരിക്കാം, അതുകൊണ്ടാവാം എനിക്ക് ചിലപ്പോൾ അതെനിക്ക് കൂടുതൽ ദൃശ്യമാകുന്നതാണ് അത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന മുടി ഞങ്ങൾ ഇംപ്ലാന്റ് ചെയ്ത മുടിയുടെ 70% മാത്രമാണ്. 20 മുതൽ 30% വരെ ഇനിയും വളരാനുണ്ട്. ഓക്കെ, അതിനാൽ ഇത് കൂടുതൽ ഇടതൂർന്നിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ 70% വളർച്ചയുണ്ട്. ഞാൻ അത് പലതവണ ചീകിക്കൊണ്ടിരുന്നു. അതിനാൽ ഇവയും കട്ടിയുള്ളതാകുമോ അതോ ആയിരിക്കും? കട്ടിയുള്ളതായിരിക്കില്ല. അതെ, അവയ്ക്ക് പുതിയ മുളകൾ ഉണ്ടാവും. അവയ്ക്ക് പുതിയ മുളകൾ ഉണ്ടാകും. ഇപ്പോൾ പുതിയ മുടി വളരും. ഇത് നേർത്താണെന്ന് നിങ്ങൾ അനുഭവപ്പെടുന്നു. അവ യഥാർത്ഥത്തിൽ നേർത്തല്ല. അത് ശരിയാണ്, കാരണം ഇവ ഇവിടെ നിന്ന് എടുത്തതാണ്. അവ നേർത്തതല്ല. നിങ്ങൾ ഒരു കാലിപ്പർ, വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അളക്കുകയാണെങ്കിൽ അത് ഒരുപോലെ ഇരിക്കും. എന്നാൽ ഇവയെ താങ്ങി നിർത്താൻ ഇടയിൽ രോമങ്ങൾ ഇല്ലാത്തതിനാൽ ഇവ നിങ്ങൾക്ക് കാണാവുന്ന നേർത്തതുമായി തോന്നുന്നു. കഴിഞ്ഞ തവണ നമ്മള് ചെന്നി പ്രദേശത്തെ കുറിച്ച് ചെന്നി പ്രദേശത്ത് ചെയ്തിരുന്നില്ല. കാരണം ഇതിന് ശേഷം ചെയ്യിക്കുന്നതിനായി നമ്മൾ പല പഴയ ഫോട്ടോഗ്രാഫ്സും നോക്കി പിൻവശം നോക്കാനായി എന്താണ് വ്യത്യാസമെന്ന്, അങ്ങനെ എന്തെല്ലാം വ്യത്യാസം വന്നു എന്നുള്ളത് നോക്കാനായിട്ട് ഞാൻ ഒരു വശത്തേക്ക് പോയി. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞാട്ടെ. ചെന്നി പ്രദേശത്തെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞതായി താങ്കൾ പറയുന്നു. നോക്കൂ, മുഖത്തിന് സൈഡ് ഫ്രെയിമിംഗ് നൽകുക എന്നതാണ് ചെന്നി പ്രദേശത്തെ പങ്ക്. അത് മുഴുവൻ പിന്നിലേക്ക് പോകുന്ന പോലെ. അത് ശരി, അത് പിന്നിലേക്ക് പോവുകയാണ്. നെറ്റി വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് വളരെ വിശാലമായി തോന്നും. അതിനാൽ മുഖത്തിന്റെ സൈഡ് ഫ്രെയിമിംഗ് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ചെന്നി പുനഃസൃഷ്ടിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കാര്യത്തിൽ ചെന്നിയിൽ കഷണ്ടിയില്ല. ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു പരിക്കിന്റെ അടയാളമുണ്ട്. ശരിയാണ്, ആ പരിക്ക് കാരണം ആ ഭാഗത്ത് നിന്ന് കുറച്ചു മുടി കൊഴിഞ്ഞു. അതിനാൽ നിങ്ങളുടെ ഹെയർ ലൈൻ വളരെ താഴ്ന്നതല്ല. ഇത് പരിക്കിന്റെ ഒരു അടയാളമായത് കാരണം അതിനാൽ നമ്മൾ അത് കവർ ചെയ്യുകയാണെങ്കിൽ പക്ഷെ വളരെ കൂടുതലാകാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം നമ്മൾ അത് അല്പം കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്നാൽ അത് ഒട്ടും സ്വാഭാവികതയില്ലാത്തതായി കാണപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ അളക്കാനുള്ള ടേപ്പും മറ്റുമില്ല. ആ സമയത്ത് കാരണം എനിക്ക് തോന്നുന്നത് എന്റേത് നടക്കുകയായിരുന്നു എന്നാണ്. ഏതാണ്ട് 7:30 നടക്കുകയായിരുന്നു. എന്റെ മനസ്സിൽ ഇപ്പോഴും സംശയമുള്ളത് ഇത് മുടി വരുമോ എന്നാണ്. അത് താഴെ വീഴുമോ, എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ ഈ കാര്യങ്ങൾ 7:30 നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് 7:30 ലോക്ക് ചെയ്തു. നമ്മൾ 7 ലോക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളത് തീർച്ചയായും പരീക്ഷിച്ചു. എന്നാൽ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്ക് ഇതിന്റെ ഇപ്പോഴും, അതായത് ഇനിയും കുറച്ചാൽ എത്ര നമുക്ക് കുറച്ചുകൂടി താഴെ ചെയ്യാം. ഒരിക്കൽ പോലും ലുക്കിൽ നമ്മൾ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ലുക്കിൽ വളരെ സമൂലമായ മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ അത് കണ്ടു. ഇത് നന്നായി കാണപ്പെടുന്നു. നിങ്ങളുടെ റോൾ ആവശ്യപ്പെടുന്നെങ്കിൽ, നിങ്ങൾ കൂടുതൽ ചെറുപ്പമായി കാണണമെന്ന് നിങ്ങളുടെ തൊഴിൽ ആവശ്യപ്പെടുന്നെങ്കിൽ ചെന്നികൾക്കൊപ്പം കുറച്ചുകൂടി താഴേക്ക് നമുക്കത് ചെയ്യാം. ഈ പല ചെന്നികളും ഈ ഹെയർ ലൈനിന് ശരിയാണ്. ഹെയർ ലൈൻ കുറച്ചുകൂടി താഴേക്ക് എടുത്താൽ നമുക്കതിനെ കുറച്ചുകൂടി ചെന്നിയാക്കാം. കാരണം താഴ്ന്ന ഹെയർ ലൈനും 2 ചെന്നികളും യൂത്വത്തിന്റെ അടയാളങ്ങളാണ്. 1/2 സെന്റിമീറ്റർ വലിയ വ്യത്യാസം ഉണ്ടാകില്ലെങ്കിലും, പക്ഷെ ശരിയാണ്, നമ്മൾ അത് 7.5 നിന്ന് 7 അല്ലെങ്കിൽ 6.5 ആക്കിയാൽ അത് വളരെ ചെറുപ്പമായി കാണപ്പെടും. പലപ്പോഴും മുൻഭാഗത്തെ പേശിയിൽ നിന്ന് ആരംഭിക്കുന്നത് നല്ലതാണ്. അത് പ്രധാനമാണ്. അതെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈൻ കാണാം. നിങ്ങൾ എന്റെ നെറ്റിയിൽ നോക്കിയാൽ അതുപോലെ തോന്നുന്നു. ഇവിടെ ഒരു മസിൽ ഉണ്ട്. അതാ ഇവിടെ നിന്ന് മുകളിലേക്ക് ആരംഭിക്കുന്നു. അതിനാൽ സ്ത്രീകളിൽ സാധാരണയായി ഹെയർ ലൈൻ കുറവാണ്.
പുരുഷന്മാരിൽ എല്ലാവരും മനുഷ്യ ശരീരം വ്യത്യാസമാണെന്ന് അറിയാം. എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ചിലരുടെ ഹെയർ ലൈൻ അല്പം കുറവായിരിക്കും, ചിലർ സ്വാഭാവികമായും അല്പം യാഥാസ്ഥിതികരായിരിക്കും. പക്ഷേ ഇവിടെ ചില എൻട്രികളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആ രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങുന്നുവെന്ന് ഇവിടെ ചില എൻട്രികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് ചുഴികൾ. അതെ, ഇതാണ് അതിനെ ചുഴി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചുഴികളുണ്ട്. ഓക്കെ, ഇത് സാധാരണമാണ്. അത് ശരി. അപ്പോൾ ഇതൊരു കഷണ്ടിത്തലയല്ല. അല്ല, ഇത് ഇതുവരെ ഒരു കഷണ്ടിയല്ല. ഓക്കെ, എന്നാൽ ഇതിന് കട്ടി കുറയാൻ തുടങ്ങിയാൽ അത് പുറത്തേക്ക് കാണാൻ തുടങ്ങും. ചുഴിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. മുടി ഇതുപോലെ എല്ലാ ദിശകളിലേക്കും പോകുന്നു. അതിനാൽ നിങ്ങളുടെ ചർമ്മം അല്പം പുറത്ത് കാണാനാകും. ചുഴിയുള്ളപ്പോൾ ചർമ്മം കാണാനാവുന്നത് സാധാരണമാണ്. അത് കഷണ്ടിയല്ല. ഓക്കെ, എന്നാൽ നിങ്ങളുടെ സ്ഖലനം സംഭവിച്ചാൽ, കഷണ്ടി തുടങ്ങിയാൽ അവിടെ കൂടുതൽ ചർമ്മം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഒരു ശൂന്യമായ വട്ടം കാണാനാകും. അപ്പോൾ അതായത് ഇതിപ്പോൾ ഭാവിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ അത് ട്രാൻസ്പ്ലാന്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റും. അതെ, നോക്കൂ, അത് വളരെ ശൂന്യമായി മാറിയെങ്കിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാവൂ. അത് ശരി. ഇപ്പോൾ ഇത് അല്പം ശൂന്യമാണ്. അതിനാൽ ഇപ്പോൾ അതിൽ തൊടുന്നത് അപകടമാണ്. ഓക്കെ, ഇപ്പോഴുള്ള മുടിക്ക് കേടുപാടുകൾ സംഭവിക്കും. നിലവിൽ ആ ഭാഗത്തെ മുടി ആരോഗ്യമുള്ള മുടിയാണ്. ഓക്കെ, അവ അനാരോഗ്യകരവും നേർത്തതും പൂർണ്ണമായും നിർജീവവുമാവുമ്പോൾ ശസ്ത്രക്രിയ നടത്തണം. അപ്പോൾ ഇപ്പോൾ അത്രയ്ക്കൊന്നും നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഒരാവശ്യവുമില്ല. അതിനാൽ കനം കുറഞ്ഞതിന്റെ പ്രാരംഭഘട്ടമുള്ളപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ല. കനം കുറഞ്ഞതിന്റെ വിപുലമായ ഘട്ടമാകുമ്പോൾ ഇത് ചെയ്യണം.